ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിൽ കൊടിയേറ്റം ആണ്. ഇത് വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അങ്ങനെ നമ്മുടെ കൊടിയേറ്റം ഉണ്ടായിരുന്നത് 10 മണി ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൊടിയേറ്റമൊക്കെ കണ്ട് അത്യാവശ്യം നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് ഭയങ്കര സ്പീഡ് ഉണ്ട് പറയുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം സ്പീഡ് കൂട്ടി വയ്ക്കുന്നതല്ല, പിന്നെ ഭയങ്കര ലാഗ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാണ് കുറച്ചെങ്കിലും സ്പീഡ് ചില വീഡിയോകളിൽ കൂട്ടിയിടുന്നത്. നമ്മുടെ കൊടിയേറ്റത്തിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ വർഷം എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാ വർഷവും ഞാൻ ഇവിടെ നമ്മുടെ കൊടിയേറ്റത്തിൻ്റെ അന്നത്തെ സദ്യയൊക്കെ കഴിക്കാറുണ്ട്. ഈ വട്ടം വന്നിട്ട് നമുക്ക് 11-ാം തീയതിയാണ് കൊടിയേറ്റം ഉണ്ടായിരുന്നത്. നമുക്ക് 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊറിയർ അയക്കാനുള്ളതൊക്കെ നമുക്ക് നേരത്തെ അയക്കണമല്ലോ. അപ്പോൾ അതിനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാനായിട്ട് എനിക്ക് ഇന്ന് പോവേ വേണം. അങ്ങനെ നേരെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഞാനും ചേച്ചിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷത്തെയും പോലൊന്നുമല്ല കേട്ടോ. ഈ വർഷം അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഉത്സവത്തിൽ അവിടെ നിൽക്കുമ്പോഴും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് കുറേ വർക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നു, കുറേ വർക്ക് വൈകി കൊടുക്കേണ്ട വന്നു. നല്ല കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയിട്ട് നേരെ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. സാധനങ്ങളെടുത്ത് വന്നിട്ട് വേണം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാൻ. സാധാരണ നമുക്ക് ഉത്സവത്തിന് കുറേ ദിവസം മുന്നേ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് തയ്ക്കാനുള്ളതൊക്കെ തയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഈ വർഷം ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിക്കുള്ള ഡ്രസ്സ് നമ്മൾ കൊടിയേറ്റത്തിൻ്റെ അന്നാണ് എടുക്കാൻ പോകുന്നത്. എനിക്കുള്ള ഡ്രസ്സ് ഞാൻ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഈ ഒരു വന്നിട്ടുള്ള ലാവൻഡർ കളറാണ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാണ്ടായും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലൊന്ന് ചായ കുടിച്ചിട്ട് നേരെ അമ്പലപ്പറമ്പിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ഇല്ലത്തു നിന്നുള്ള താലമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ താളത്തിൻ്റെ തുടക്കം മുതലേ കാണാൻ പോകുന്നതാണ്. ഇതവണ അതൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ താലം കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ താലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ പിള്ളേരുടെയൊക്കെ ഡാൻസൊക്കെ ഉണ്ട് അന്നത്തെ ദിവസമുള്ള പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് വേറെ പ്രോഗ്രാം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നേരെ പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം ഞാനും അമ്മയും ചേച്ചിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും കുറവുകളുണ്ട്, എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാൻ സ്പീഡ് മാക്സിമം കുറക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരാവേ. ബൈ ബൈ.